ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിലിങ്ങനെ തലയിറങ്ങി വീഴൊക്കെ ചെയ്യും, ഇടയ്ക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അവിടെ ചെയ്ത ക്യാമറ ചെയ്ത ഓക്കെ ആവോ എന്നുള്ള രീതിയിൽ ഞാൻ അമ്മേൻ്റെ മുകളിൽ തലയിറങ്ങി അമ്മയൊക്കെ ഓടി വരും, അയ്യോ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കണ്ണടിച്ച് കാണിക്കും. ലാസ്റ്റ് ആ വാട്ടർ ഡയറ്റൊക്കെ എടുത്ത സമയത്ത് ബ്ലസ്സി സാറൊക്കെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് എൻ്റെ മോനൊന്നും കഴിക്കുന്നില്ല, പ്രശ്നമാണ്, സീനാണ്, പ്രശ്നമാണ്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ സാറ് പറഞ്ഞു നല്ലൊരു കാര്യത്തിന് അല്ലേ. അപ്പോൾ അങ്ങനെ അച്ഛനും ഏട്ടനും എല്ലാവരും എന്താ പറയുക സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷേ നേരെ മറിച്ചവർക്കൊരു വേദനയുണ്ടായിരുന്നു. പൊതുവേ സിനിമകൾ എന്ന് പറഞ്ഞാൽ, സിനിമയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ ഫാമിലി പൊതുവെ, എനിക്ക് ഗൂഗിളിൻ്റെ ഫാമിലി എങ്ങനെയാണെന്ന് അറിയില്ല, സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ അതിൽ തന്നെ നമ്മൾ ഇത്രയും ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകണം, ബോഡി ഒട്ടും ഹെൽത്തി അല്ലാത്ത ഇതിലൂടെയൊക്കെ കടന്നു പോകണം എന്ന് പറയുമ്പം വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു ആക്ച്വലി അതിനെ? ഫാമിലി പൊതുവെ സിനിമയോടൊക്കെ താല്പര്യമുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണോ വരുന്നത്? നാടകത്തിൽ സ്റ്റേറ്റ് കലോത്സവത്തിലൊക്കെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു എന്നൊക്കെ സുഹൃത്തുക്കളൊക്കെ എഴുതിയിട്ടതൊക്കെ വായിച്ചിരുന്നു. സോ എങ്ങനെയായിരുന്നു പാരൻസും ഇവരൊക്കെ? വീട്ടിൽ ഞാൻ ചെറുതാകുമ്പോൾ, ചെറിയ കുട്ടിയാകുമ്പോൾ, കുഞ്ഞു ആവുമ്പോൾ തന്നെ എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയ വീട്ടുകാരാണ്. അപ്പോൾ പിന്നെ ഏകദേശം അറിയാം, സിനിമ എന്നുള്ളതിനോട് അവർ ഭയങ്കര കമ്പമുള്ള സിനിമാ പ്രേമികളാണ് എൻ്റെ വീട്ടുകാരെല്ലാവരും. എൻ്റെ അമ്മാവനൊക്കെ എന്താ പറയുക, പണ്ട് ഇംഗ്ലീഷ് CD-കളൊക്കെ ഇല്ലേ, കുറേ CD-കളൊക്കെ കൊണ്ടുവന്ന് കുറേ ഇംഗ്ലീഷ് സിനിമകളും കാര്യങ്ങളൊക്കെ. അമ്മ ഇംഗ്ലീഷ് സിനിമേൻ്റെ ഫാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് സിനിമകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാണിക്കും. അങ്ങനെ ചെറുപ്പം മുതലേ കുറേ സിനിമ കാണാനുള്ളൊരു ഒരു അവസരം വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ഏട്ടനും ഇങ്ങനെ കുറേ സിനിമകളൊക്കെ കാണും. നമ്മൾ ഇതുപോലെ കുറേ സിനിമകളൊക്കെ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ക്ലാസിക്കുകളൊക്കെ കളക്ട് ചെയ്ത് കാണുന്നൊരു. അപ്പോൾ വീട്ടിൽ നിനക്കെന്താ ഇഷ്ടം വെച്ചാൽ അത് ചെയ്യുന്നുള്ള രീതിയിലാണ് വീട്ടിലൊക്കെ സപ്പോർട്ടീവ് ആയിരുന്നു. നിൻ്റെ പാഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഫോളോ ചെയ്യുന്നുള്ളൊരു സപ്പോർട്ടിങ് ആയിരുന്നു. പക്ഷേ ഈ മെലിയുന്ന സമയത്ത് വരുമ്പോൾ ഒരു കൺസേൺ, അതായത് ഇത്രയൊക്കെ മെലിഞ്ഞാൽ പോരെ, ഇനി കൂടുതലും മെലിയണോ? ലാസ്റ്റ് ആ വാട്ടർ ഡയറ്റൊക്കെ എടുത്ത സമയത്ത് ബ്ലസ്സി സാറൊക്കെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് എൻ്റെ മോനൊന്നും കഴിക്കുന്നില്ല, പ്രശ്നമാണ്, സീനാണ്, പ്രശ്നമാണ്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ സാറ് പറഞ്ഞു നല്ലൊരു കാര്യത്തിന് അല്ലേ. അപ്പോൾ അങ്ങനെ അച്ഛനും ഏട്ടനും എല്ലാവരും എന്താ പറയുക സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷേ നേരെ മറിച്ചവർക്കൊരു വേദനയുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരാൾ സ്വന്തം മോനും സ്വന്തം അനിയനും ഒക്കെ ഇതേപോലെ ഭക്ഷണം കഴിക്കാതൊക്കെ ഇരിക്കുന്ന ഇവർ കാണില്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ടാൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, കുറച്ച് ടാൻ ചെയ്യാൻ, നാച്ചുറലി കുറച്ച് ടാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ഞാൻ പോയി വെയിലത്തൊക്കെ പോയിട്ട് കിടക്കും. വൈകുന്നേരങ്ങളിൽ ഓടാനൊക്കെ പോകും, ഈ മസിലൊക്കെ ഷ്രിങ്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എഫേർട്ടൊക്കെ എടുക്കുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിലിങ്ങനെ തലയിറങ്ങി വീഴൊക്കെ ചെയ്യും, ഇടയ്ക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അവിടെ ക്യാമറ ചെയ്ത ഓക്കെ ആവോ എന്നുള്ള രീതിയിൽ ഞാൻ അമ്മേൻ്റെ മുകളിൽ തലയിറങ്ങി അമ്മയൊക്കെ ഓടി വരും, അയ്യോ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കണ്ണടിച്ച് കാണിക്കും. ഇപ്പോൾ ഫൈനലി പടം കണ്ടതിന് ശേഷം എന്തായിരുന്നു വീട്ടിൽ നിന്നുള്ളൊരു പാരൻസിൻ്റെ ഒരു റെസ്പോൺസ് ഒക്കെ? പടം കണ്ട ഉടനെ അച്ഛന് ഇതുപോലെ സർജറി കഴിഞ്ഞിട്ട് പോയിരിക്കുകയാണ്, ആക്സിഡൻറ്റ് പറ്റിയിട്ട് സർജറി കഴിഞ്ഞിട്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ആംബുലൻസൊക്കെ വിളിച്ചിട്ട് റിക്ലൈനിങ് സീറ്റിലൊക്കെ അച്ഛനെ കൊണ്ടുപോയി സിനിമയൊക്കെ കാണിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും വിളിച്ചിട്ട് പ്രൗഡ് ടു ബി യുവർ ഫാദർ, പ്രൗഡ് ടു ബി യുവർ മദർ, പ്രൗഡ് ടു ബി യുവർ ബ്രദർ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്നോട്. അപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ എല്ലാവരും, ഞാൻ അവരുടെയൊക്കെ മകനായതിലും ബ്രദറായതിലൊക്കെ അവർ പറയും ഞാൻ പ്രൗഡാണെന്ന് പറയുമ്പോൾ അതിലൊരു അംഗീകാരം, ആ ഒരു സന്തോഷവും എനിക്ക് തന്ന സന്തോഷവും ചെറുതല്ല.